റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5.2 ഒരു ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറച്ച് അധികം വാട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ചാനലിൽ 100 വാട്ടും സബ് വൂഫറിൽ 200 ആയിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. അതും ഡിജിറ്റൽ ഇൻപുട്ടോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. HDMI, ARC, Optical, Coaxial ഇതെല്ലാം കൂട്ടിയാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ആംപ്ലിഫയർ ബോർഡുകളും ഡിജിറ്റൽ ബോർഡുകളൊക്കെ ഉപയോഗിച്ചാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 5 ചാനലിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പവർട്രിക്കിന്റെ ബോർഡ് തന്നെയാണ്. NJW സീരീസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 0281, 03, 02 ഇതാണ് നമ്മൾ 5 ചാനലിന് വേണ്ടി ഓരോ പെയർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ചാനലിൽ നമുക്ക് 100 വാട്ട് വീതം ലഭിക്കും. അതായത് 500 വാട്ട് 5 ചാനലിൽ നിന്ന് ലഭിക്കും. അടുത്തായിട്ട് സബ് വൂഫറിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് യൂണിവേഴ്സലിന്റെ ബോർഡാണ്. അതിൽ വന്നിരിക്കുന്നത് IRF 240, 9240 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 പെയറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രിഡ്ജ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സബ് ഔട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് 200 വാട്ടാണ്. അത് 200 + 200 ആണ്. നമുക്ക് JBLന്റെ 12 ഇഞ്ച് കൊടുക്കാം. അതുപോലെ തന്നെ പൈനിയർ, സോണി, ODXന്റെ സബ് വൂഫർ കൊടുക്കാം. 12 ഇഞ്ച് നമുക്കൊരു 10 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെ നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യും. അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഫ്യൂടെക്കിന്റെ HDMI കാർഡാണ്. HDMI, ARC വരുന്ന ഒരു കാർഡാണ്, ഡിജിറ്റൽ കാർഡ്. അതിൽ വന്നിരിക്കുന്നത് HDMI, ARC, Optical, Coaxial. അതിൽ തന്നെ 6 ചാനൽ അനലോഗ് ഔട്ട് വരുന്നുണ്ട്. ആ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂടെക്കിന്റെ FD003 എന്നാണ് ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത്. സറൗണ്ട് ബോർഡ് നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക്കിന്റെ തന്നെയാണ്. 5.1 സറൗണ്ട് ബോർഡ് ഫ്യൂടെക്കിന്റെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സാധാരണ എല്ലാവരും ഉപയോഗിക്കാറുള്ളതാണ്. നമ്മളും ഇടയ്ക്ക് ചില ആംപ്ലിഫയറുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്യൂടെക്കിന്റെയാണ് ഈ പ്രാവശ്യം 5.1 ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. പുറകുവശത്ത് നമ്മൾ ഇതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സോക്കറ്റുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൽക്കോന്റെ ആണ് അല്ലെങ്കിൽ എൽകോമിന്റെ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് ബനാന സോക്കറ്റ് ആയാലും പവർ ഓൺ സ്വിച്ചുകളായാലും എല്ലാവരും കുറച്ച് കൂടിയ ഇത് തന്നെയാണ്. കാരണം ലൈഫ് കൂടുതലായിരിക്കും. എന്ത് സാധനങ്ങൾ നമ്മൾ ഇത്തിരി കൂടിയ നല്ല ക്വാളിറ്റി മേടിക്കുകയാണെങ്കിൽ ലൈഫ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വിലയും കൂടുതലായിരിക്കും. ഫ്രണ്ട് പാനലും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. അക്രിലിക്കിൽ, ഗ്ലോസിയിലും മാറ്റിലാണ് നമ്മൾ ഫ്രണ്ട് പാനലും ചെയ്തിരിക്കുന്നത്. അതിൽ സബ് വൂഫറിന്റെ വോളിയം അതുപോലെ തന്നെ എൻകോഡർ ആയിട്ടാണ് ഫ്രണ്ടിൽ 2 കൺട്രോൾ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ക്യാബിന്റെ സൈസ് ഒന്ന് പറയാവുന്നു. കാരണം വെച്ചാൽ ഇത് മാക്സിമം വരുന്നത് നമുക്ക് ബുഷ് ഉൾപ്പെടെ സൈസ് വരുന്നത് 5 ഇഞ്ച് സൈസാണ് ഇതിന് കറക്റ്റ് വരുന്നത്. പിന്നെ ഇതിന്റെ ഡെപ്ത് നോക്കുകയാണെങ്കിൽ 12 ഇഞ്ചാണ്. ഫ്രണ്ട് വരുന്നത് 17 ഇഞ്ച്, 18 ഇഞ്ചിന്റെ അടുത്ത് ഫ്രണ്ട് പാനലിന്റെ വീതി വരും. ഡെപ്ത് വരുന്നത് 12 ഇഞ്ച്. ഇതാണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോയിൽ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഓഡിയോയ്ക്ക് യൂട്യൂബ് തരുന്ന കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് യൂട്യൂബ് തരുന്ന ഓഡിയോ മാത്രമാണ് നമുക്ക് ഇടാൻ സാധിക്കുള്ളൂ. അതിൽ എന്തെങ്കിലും കുറ്റക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഇതിൻ്റെ യൂട്യൂബിൻ്റെ ഷോർട്സിൽ ഞാൻ ഇടാറുണ്ട്. ഫിലിം സോങ്സ് ഒക്കെ വെച്ച് ഇതിൻ്റെ അത്യാവശ്യം ഇടാറുണ്ട്. നമ്മൾ ചില വീഡിയോയിലൊക്കെ ഓരോരുത്തർ ചോദിക്കേണ്ട ഒരേപോലെ വീഡിയോ ഇടണം എന്താണെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് പല ആംപ്ലിഫയറുകളാണ് ഒരേപോലെ തോന്നുന്നു മാത്രം. പല വാട്ട്സിലും പല ഡീറ്റെയിൽ ആയി എല്ലാവരും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരേപോലെ തോന്നുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. ഈ ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന വെച്ചാൽ ഇത് അനലോഗ് ഇൻപുട്ടുകളാണ്. OX 1, OX 2, OX 3. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആണ് ഓക്സിലറി ഇൻപുട്ട് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഡിജിറ്റൽ ഇൻപുട്ടാണ്. അതായത് HDMI, ARC, Coaxial, Optical. ഇത് 3ഉം ഡിജിറ്റൽ ഇൻപുട്ടുകളാണ്. ഇത് 3 വഴിയും തന്നെ നമുക്ക് ഡിജിറ്റൽ ഇൻപുട്ട് ആയതുകൊണ്ട് ഡോൾബി ഡിജിറ്റൽ, DTS അതുപോലെ തന്നെ പ്രൊലോജിക് വെർഷൻ 2 ലഭിക്കും. PCM ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഡിജിറ്റൽ ഇൻപുട്ട് വഴി വരുന്നത്. നമുക്ക് സ്മാർട്ട് TV എന്നുള്ള ഔട്ട് എടുത്തതിന് ശേഷം ARCയിൽ കണക്ട് ചെയ്യുക. പിന്നെ നമുക്ക് റിമോട്ടിലാണ് അത് സെലക്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സ്പീക്കർ ഔട്ടുകളാണ്. അതായത് സബ് വൂഫറിൻ്റെ 2 സബ് വൂഫർ 1, സബ് വൂഫർ 2 അതിൻ്റെ പ്ലസ് മൈനസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് ആണ്. അതിൻ്റെ പ്ലസ്, ഇത് മൈനസ്, പ്ലസ് മൈനസ്. സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്. ഇത് സെൻറ്ററിൻ്റെ പ്ലസ് മൈനസ്. പിന്നെ വരുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണ്. അതിൻ്റെ പ്ലസ് മൈനസാണ്. ഇത് ഇത്ര വ്യക്തമായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമുക്ക് ആംപ്ലിഫയർ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയാലും വേറെ വയർ കണക്ഷൻ കൊടുക്കാനായിട്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാ വീഡിയോയിലും ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. സാധാരണ വെച്ചാൽ നിങ്ങൾക്ക് പ്ലസ് മൈനസ് ഒരു കാരണവശാലും മാറാതെ കൊടുക്കുക. അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ടോണുകളെല്ലാം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ബേസ് എല്ലാം കറക്റ്റായിട്ട് ഒരേ ലെവലിൽ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ വരുന്നത് നമുക്കൊരു ഫ്യൂസോട് കൂടിയൊരു 3 പിൻ സോക്കറ്റാണ്. നല്ല രീതിയിലുള്ളൊരു AC കോഡ് ഇതിനൊപ്പം നമ്മൾ കൊടുക്കും. ചേതൻ്റെയാണ് കൊടുക്കാറ്. നല്ല രീതിയിലുള്ളൊരു
സോക്കറ്റാണിത്. പിന്നെ നമ്മുടെ പേര് റിഫ്ലെക്സ് ആയിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ഫുള്ള് പവർ സപ്ലൈ ആണ്. അതായത് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളതൊക്കെ തന്നെയാണ്. ഒരേ സൈഡിലായിട്ടാണ് പവർ സപ്ലൈ ചെയ്യാറ്. കൂടുതലും ഈ ഭാഗത്തും മാറ്റി നമ്മൾ ചെയ്യണതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സും കാര്യങ്ങളും ഹമ്മിങ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ഭാഗത്തേക്ക് നീക്കി പവർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതാണ് പവർ ഓൺ അതിൻ്റെ കണക്ടർ പോയിന്റ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഈ പ്രാവശ്യം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പല ടൈപ്പിലുള്ള വോൾട്ടേജ് എടുത്തിട്ടുണ്ട് നമ്മൾ. 35 ആംപ്ലിഫയർ സെക്ഷന് വേണ്ടി, അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന്, സറൗണ്ട് ബോർഡ്, ഈ HDMI കാർഡ്, ഫാനിന് വേണ്ടി സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ് ആണ് നമ്മൾ ട്രാൻസ്ഫോമർ അതിനനുസരിച്ച് നമ്മുടെ പേരിൽ തന്നെ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ പവർ സപ്ലൈ ആണ്. ഇതിൽ 10,000-ൻ്റെ 50 വോൾട്ട് കപ്പാസിറ്ററാണ് നമ്മൾ ആംപ്ലിഫയർ സെക്ഷന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 12 നമ്മൾ സറൗണ്ട് ബോർഡിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 വോൾട്ട് എടുത്തിരിക്കുന്നത് ഫാനിന് വേണ്ടിയാണ്. നമ്മുടെ തന്നെ PCBയിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം റിഫ്ലെക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്ക് 2-3 ടൈപ്പ് പവർ സപ്ലൈ ബോർഡ് ഉണ്ട്. ഏത് രീതിയിലും നമുക്ക് മാറ്റിയൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് പവർ സപ്ലൈ ബോർഡ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ട് പാനലിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും USB പാനലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഈ ഫാൻ മോളിൽ നിന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് പവർട്രിക്കിൻ്റെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള NJW സീരീസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ചാനൽ 100 വാട്ട് വീതമാണ് നമുക്ക് ലഭിക്കുന്നത്. 5 ചാനൽ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 5 ചാനൽ കൂടി 500 വാട്ട് നമുക്ക് ലഭിക്കും. പിന്നെ കൊടുത്തിരിക്കുന്നത് സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ ആണ്. 2 സബ് കൊടുക്കാനുള്ള. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IRF 240 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രിഡ്ജ് ബോർഡാണ്. ഇതിൽ 2 ബോർഡാണ്. അതായത് ഒരു ബോർഡിൽ നിന്ന് നമുക്ക് 200 വാട്ട്, 200 + 200 യൂണിവേഴ്സലിൻ്റെ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഫാൻ നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയത് മാത്രം. അത് ഹീറ്റിൻ്റെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 2 ഫാൻ ഈ ബോർഡിലേക്ക് മൊത്തം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് വന്നിരിക്കുന്നത് പവർട്രിക്കിൻ്റെ തന്നെ 5.2 എന്നുള്ള സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. നല്ല രീതിയിലുള്ളൊരു വലിയ റിലേയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. ബനാന സോക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്പീക്കർ വയർ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് 0.5 ആണ്. അത്യാവശ്യം നല്ല ഗേജുള്ള ഒരു വയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ബനാന സോക്കറ്റ്, ഫ്രണ്ട്, സെൻറ്റർ, സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, 2 സബ്, ഇങ്ങനെയാണ് ഇതിനകത്ത് സ്പീക്കർ ഔട്ടുകൾ വന്നിരിക്കുന്നത്. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് എൽക്കോണിൻ്റെ ബനാന സോക്കറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. എൽകോം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ കൊടുത്തിരിക്കുന്നതാണ് ഫ്യൂടെക്കിൻ്റെ FD003 എന്ന് പറയുന്ന ഒരു HDMI ARC കാർഡാണ്, ഡിജിറ്റൽ ബോർഡ്. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് HDMI ARC ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്, കോയാക്സിൽ ഉണ്ട്. അതിൻ്റെ 6 ചാനൽ ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സപ്ലൈ. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഫ്യൂടെക്കിൻ്റെ 5.1 പ്രൊലോജിക് ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇതിനകത്ത് ഫ്യൂടെക്കിൻ്റെ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി. നമ്മൾ യൂണിവേഴ്സിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയാണ് ഫ്യൂടെക്കിൻ്റെ ബോർഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫ്യൂടെക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മാക്സിമം നമ്മൾ വയറുകളെല്ലാം കവർ ചെയ്ത്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വയറുകളെല്ലാം കവർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഷീൽഡ് വയറാണ്. നമുക്ക് സബിൻ്റെ ഔട്ടുകളും ഇതൊക്കെ നോക്കിയാൽ അറിയാം ഷീൽഡ് വയർ ഉപയോഗിച്ചാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അത് നോയ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ കുറവ് വരാൻ വേണ്ടിയിട്ടാണ് ഷീൽഡ് വയർ ഉപയോഗിക്കുന്നത്. ഷീൽഡ് വയർ ഉപയോഗിക്കുന്നതോറും അത്രയും നോയ്സ് നമുക്ക് കുറയാൻ സാധ്യത കുറവാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ തന്നെ ഈ ഭാഗം വന്നിരിക്കുന്നത് നല്ല ബ്ലാക്ക് തന്നെയാണ്. ഇത് കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷിലാണ്, മാറ്റ് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയും ഭാഗം വന്നിരിക്കുന്നത് ഗ്ലാസ് ടൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് അക്രിലിക് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പാനലും കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് എൻകോഡറാണ്. നമുക്ക് ഈ എൻകോഡറിൽ ഇൻപുട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ചാനലും ഫ്രണ്ട്, റിയർ, സെൻറ്റർ, സബ് ഇതെല്ലാം സെപ്പറേറ്റ് സെലക്ട് ചെയ്യാം. മാസ്റ്റർ ഓൺലി ആയിട്ട് ഉപയോഗിക്കാം. ഇത്രയൊക്കെയാണ് ഈ എൻകോഡറിൽ വരുന്നത്. പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു എൽക്കോണിൻ്റെ പവർ ഓൺ സ്വിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് സറൗണ്ട് ബ്ലൂടൂത്ത്. ഇതിൽ ബ്ലൂടൂത്ത് ഇൻബിൾട്ട് വരുന്നുണ്ട്. പിന്നെ DTS സപ്പോർട്ട് ചെയ്യും. ഡോൾബി ഡിജിറ്റൽ, ഡോൾബി സറൗണ്ട്, 5.2 എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ വന്നിരിക്കുന്ന ഒരു USB സ്ലോട്ടാണ്. പിന്നെ സബ്വൂഫറിൻ്റെ ഒരു ഓളിയാണ്. നമുക്കിത് കൂടുതലും സബ്വൂഫറിൻ്റെ കാഴ്ച ഭംഗിക്കാണ് 2 സൈഡിലും ഒരേപോലെ തന്നെ ഒരു കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. സബ്വൂഫർ നമുക്ക് പെട്ടെന്ന് ഓളിയും കുറയ്ക്കണമെന്നുണ്ടെങ്കിലും ഇതുവഴി സാധിക്കും. പിന്നെ നമ്മുടെ പേര് റിഫ്ലെക്സ് എന്ന് കൊടുത്തിരുന്നു. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത്. പിന്നെ അടുത്തതായിട്ട് റിമോട്ടാണ്. റിമോട്ടിൻ്റെ എല്ലാ വീഡിയോയിലും ഈ പറഞ്ഞ പോലെ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം മിക്കവാറും കൊണ്ടുപോയിട്ട് ആൾക്കാർക്ക് ബ്ലൂടൂത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഒരു സംശയം വരാറുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ റിമോട്ടിൻ്റെ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ എടുത്തൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഈ DVD എന്ന് എഴുതിയാണ് ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന ഭാഗം. ഇതാണ് കൊടുത്തിരിക്കുന്നത്. HDMI ARC സെലക്ട് ചെയ്യാനുള്ളത്. ഇതിനകത്ത് ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ഇത്ര 3 ഡിജിറ്റൽ ഇൻപുട്ട് ഇതുവഴി സെലക്ട് ആവും. പിന്നെ വന്നിരിക്കുന്നത് USB, OX 1, OX 2, OX 3. ഇതാണ് ഓക്സിലറി 3 ബ്ലൂടൂത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കേണ്ടത് USB എന്നുള്ള ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഈ പ്രാവശ്യത്തെ റിമോട്ടിൽ മോഡ് വന്നിരിക്കുന്നത് പ്രോ എന്ന് പറയുന്ന ബട്ടനാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് OX, FM, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇതെല്ലാം പറയും. അപ്പോൾ അതിനനുസരിച്ച് ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഡിവൈസിൻ്റെ പേര് കിട്ടും. അത് പെയർ ചെയ്താൽ മതി. ഇത്രയാണ് നമ്മൾ ബ്ലൂടൂത്ത് പെയർ ചെയ്യേണ്ടത്. പിന്നെയുള്ളതെല്ലാം USB ഓളിയാണ് നമുക്ക് പാട്ട് നെക്സ്റ്റ് ചെയ്യാനുള്ളത്.
പിന്നെ അടുത്തതായിട്ട് ഫ്രണ്ട് വോളിയം പ്ലസ് മൈനസ്, റിയറിൻ്റെ പ്ലസ് മൈനസ്, സെൻറ്റർ പ്ലസ് മൈനസ്, SW എന്ന് എഴുതേണ്ടതാണ് സബ്വൂഫറിൻ്റെ വോളിയം. ഇതിൽ ബേസ് ട്രബിൾ എന്ന് എഴുതിയേക്കൊണ്ട് ഈ സബ്വൂഫറിലായിട്ട് ബാധിക്കില്ല. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ബേസും ട്രബിളാണ്. പിന്നെ വന്നിരിക്കുന്നത് മാസ്റ്റർ വോളിയാണ്. 5-6 ചാനലിൻ്റെ വോളിയം ഒരേ സമയത്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് താഴെ ബേസ് ട്രബിൾ, പിന്നെ ഇതിൻ്റെ ചാനലിൻ്റെ നമ്മൾ പാട്ട് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് റിമോട്ടിൽ ഫംഗ്ഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഈ ഒരു 4 ഇഞ്ച് 2-വേ ബോക്സും അതുപോലെ തന്നെ സെൻറ്റർ ബോക്സിൽ 2 4 ഇഞ്ചും വിത്ത് ട്യൂട്ടറാണ്. പിന്നെ കൊടുത്തിരിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡിലായിട്ടും 4 ഇഞ്ച് സറൗണ്ടും ഇതേപോലെ തന്നെ 2 4 ഇഞ്ച് 2-വേ ബോക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ടിവിയിലെ ARC ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിരിക്കുന്നത്. ആംപ്ലിഫയറിൽ HDMI ARC ആണ് ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. തൽക്കാലം യൂട്യൂബ് തരുന്ന ഇങ്ങനത്തെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ സോങ്സ് ഇടുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലുകൾ അറിയുന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ ടൈറ്റിൽ ചെയ്തതിൻ്റെ തൊട്ട് താഴെ തന്നെ മോർന്ന് കാണാം. അതിൽ നിങ്ങൾ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കിട്ടും. അതായത് ഡിസ്ക്രിപ്ഷനിലെ എല്ലാ ഡീറ്റെയിലും ഞാൻ എഴുതാറുണ്ട്. കാരണം ഇതിൻ്റെ എത്ര വില വിവരങ്ങൾ വരുന്നു, എന്തൊക്കെ വാട്സുകൾ നമ്മൾ ഏതൊക്കെ കമ്പനി ഉപയോഗിച്ചിരുന്നത് എല്ലാ ഡീറ്റെയിൽ എഴുതാറുണ്ട്. നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ വീണ്ടും വീണ്ടും ചാറ്റ് ചെയ്ത് ഇതിൻ്റെ വില ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം വെച്ചാൽ വില വിവരങ്ങൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോയിലും, കാരണം ഒരു കുറേ നാളുകളായിട്ട് എല്ലാ ഡീറ്റെയിലും ഇതിനകത്ത് കൊടുക്കാറുണ്ട്. ആരും ഇതൊന്നും ചെക്ക് ചെയ്യാറില്ല എന്ന് മാത്രം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത്.
പറയാനുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ രീതിയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് കോൾ വിളിച്ചാൽ മതി. വാട്സപ്പ് കോളോ IMO കോളോ ഡയറക്റ്റ് കോളായാലും കുഴപ്പമില്ല. മാക്സിമം ചാറ്റിങ് ഒഴിവാക്കുക. കാരണം ചാറ്റ് ചെയ്ത് 1-2 റിപ്ലൈ ഒക്കെ ഞാൻ തരും. പിന്നെ ചാറ്റിങ് മാത്രമായിട്ട് ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ കോൾ വിളിക്കുമ്പോഴാണ് നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുള്ളൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ചാറ്റിങ് മാക്സിമം ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കോൾ വിളിക്കാൻ നോക്കുക. ചില സമയത്തൊക്കെ കോൾ എടുക്കാറില്ല എന്നുള്ളൊരു പരാതി കേൾക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് കടകളിലെ കസ്റ്റമർ ഉണ്ടാവും, ചില സമയങ്ങളിൽ ഞാൻ പുറത്ത് പോകും, അതുപോലെ തന്നെ ചില വണ്ടി ഓടിക്കായിരിക്കും, പിന്നെ എറണാകുളത്ത് പർച്ചേസിന് സാധനങ്ങൾ എടുക്കാൻ പോകണം. ഈ സമയത്തൊക്കെ ചില സമയത്ത് കോൾ എടുക്കാൻ സാധിക്കാറില്ല. അതിൽ നിന്ന് ക്ഷമിക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.